നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കുറേ കാലങ്ങളായിട്ട് പാകിസ്ഥാൻ ഭാരതത്തിനിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന അക്രമാസക്തവും വളരെ വിദ്വേഷജനകവുമായിട്ടുള്ള പാവപ്പെട്ടവരുടെ മേലെയുള്ള നരഹത്യകൾ, വംശീയമായിട്ടുള്ള പാകിസ്ഥാനുള്ളിലും നുഴഞ്ഞു കയറിയിട്ട് ജമ്മു കാശ്മീരിലോട്ടുള്ള ഇവിടുത്തെ പാവങ്ങളെയും പെഹൽഗാമിലടക്കം 26 പേരെ വധിച്ചതും അതിനു മുന്നേ 40 സൈനികരെ വധിച്ചതുമടക്കമുള്ള ഒരു എന്താ പറയുക, അതിഹീനമായിട്ടുള്ള കർമ്മത്തിന് ഭാരതത്തിന്റെ സേന ഇപ്പം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ F-16 ജെറ്റും 2 ചൈനീസ് ജെറ്റുകളും അടക്കം 50 ഡ്രോണുകളും അടക്കം നിരവധി അവരുടെ സൈനിക ഇതൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ന്യൂസിലൂടെ കാണുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഒരു എയർഫോഴ്സ് അവരുടെ ജെറ്റിനെ, ഒരു പൈലറ്റിനെ നമ്മൾ തടവിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അയ്യോ ഇതൊന്നും ആഘോഷിക്കേണ്ട കാര്യമല്ല. പലരും പല സാംസ്കാരിക നേതാക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവരും മറ്റുള്ളവരങ്ങനെ അന്തംകമ്മികളും ഗുങ്ങികളും സുഡാപ്പികളും ഒക്കെ പറയുന്ന ആ വിധത്തിലുള്ള ആ ടൈപ്പ് ആൾക്കാരും ഒക്കെ പറയുന്നത് ഇതൊന്നും ആഘോഷിക്കരുത്, യുദ്ധം നല്ലതല്ല. അങ്ങനെയല്ല. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം തന്നെ യുദ്ധങ്ങളെ ആഘോഷിക്കൽ തന്നെയാണ്. അത് ഏത് യുദ്ധമായാലും, ഇപ്പൊ ദീപാവലി എന്ന് പറയുന്ന ആഘോഷമായാലും, ദസറ എന്ന് പറയുന്ന ആഘോഷമായാലും, ഹോലി എന്ന് പറയുന്ന ആഘോഷമായാലും, ഇതെല്ലാം നമ്മൾ ആഘോഷിക്കുന്നത് ആസുരിക ശക്തികളെ വധിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ആസുരിക ശക്തികളെ വധിച്ച് ധർമ്മം വിജയിച്ചതിന്റെ, അധർമ്മത്തിനെ ധനിച്ച് ധർമ്മം വിജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതെല്ലാം ആഘോഷിക്കുന്നത്. ഓരോ യുദ്ധവും ആഘോഷിക്കപ്പെടേണ്ടതാണ്. കാരണം ഇവിടെയൊക്കെ ധർമ്മമാണ് ജയിക്കുന്നത്, അധർമ്മത്തിന് മേലെയുള്ള ധർമ്മമാണ് വിജയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ആഘോഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിവരമില്ലാത്ത കുറെ എണ്ണം പറഞ്ഞിട്ടുണ്ട്, മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഈ മാനവികത എന്താണ്? ഇത് ആരോട് കാണിക്കേണ്ടതാണ്? മനുഷ്യന്മാർക്കല്ലേ മാനവികത വേണ്ടത്? മൃഗതുല്യമായിട്ട് മതം ചോദിച്ചിട്ട് ഹനിക്കുന്നവരെ, മതം ചോദിച്ചിട്ട് കൊല്ലുന്നവരെ, മതം ചോദിച്ചിട്ട് ഇല്ലാതാക്കുന്നവരെ, കാഫിർ എന്ന് പറയുന്ന കാഫിർ എന്ന് എന്താ പറയുക, ചാപ്പ കുത്തി അവരെ കൊല്ലുന്നവരെ ഇല്ലാതാക്കുന്നതിൽ എന്താണ് ഇപ്പൊ ആഘോഷിക്കപ്പെടേണ്ട എന്ന് പറയേണ്ടതായിട്ടുള്ളത്? നമ്മൾ മാനവികത എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാതെ മൃഗങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല മാനവികത. മാനവികത കാണിക്കേണ്ടതും മനുഷ്യരാണ്, അല്ലാതെ മൃഗങ്ങളോടല്ല മാനവികത കാണിക്കേണ്ടത്. മൃഗ തുല്യമായിട്ടുള്ള ഇത്തരം ആൾക്കാരോട് അടിക്കടി എന്ന് പറയുന്ന ഇപ്പോൾ ഭാരതം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഷ മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന വളരെ എന്താ പറയുക, കാവ്യാത്മകമായിട്ട് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള, വളരെ ഉത്തരവാദിത്തോടുകൂടി ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേരിട്ടിട്ടുള്ള ഈ മിഷൻ ഓപ്പറേഷൻ സിന്ദൂർ, ഭാരതത്തിലെ സ്ത്രീജനങ്ങളുടെ, ഭാരതത്തിലെ വീര വനിതകളുടെ സിന്ദൂരം മായ്ക്കാൻ തുനിഞ്ഞിറങ്ങിയവരുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഈ മിഷൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടതുകൊണ്ട്, ഇതുകൊണ്ട് പാകിസ്ഥാൻ അടങ്ങിയില്ലെങ്കിൽ ഇവിടെയുള്ള സുഡാപ്പികളോട് ഒന്നേ പറയാനുള്ളൂ, ഇവിടെയുള്ള കമ്മികളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷകളിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ചാനലുകളിലൂടെയോ നിങ്ങൾ ഈ പച്ചപ്പടയെ അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാനിലുള്ളവരെ നിങ്ങൾ അറിയിച്ചു കൊള്ളുക. ഇതിന്റെ പിന്നാലെ ചിലപ്പോൾ വരാൻ പോകുന്നത്, ചിലപ്പോൾ മോദിജിയാണ് രാജ്യം ഭരിക്കുന്നത്, ഇതിന്റെ പിന്നാലെ വരാൻ പോകുന്നത് ചിലപ്പോൾ ഓപ്പറേഷൻ ഭസ്മ എന്നായിരിക്കും. അതെ, ഇപ്പൊ സിന്ദൂർ എന്ന പേരിട്ടിട്ടുള്ളൂ, ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ ഓപ്പറേഷൻ ഭസ്മ എന്നായിരിക്കും. അത് ചിലപ്പോൾ ഭസ്മമാക്കി കഴിയും, ചുട്ട് ചാമ്പലാക്കി കളയും, പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാണ്ടായി പോകും. പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് എൻ്റെ സഹോദര രാജ്യമൊന്നുമല്ല, ഭാരതത്തിന്റെ ശത്രു രാജ്യം തന്നെയാണ്. 1947 വിഭജിച്ചു പോയതിനു ശേഷം തന്നെ നിരവധി തവണയാണ് ഇവിടെയുള്ളവരെ കശ്മീർ അടക്കമുള്ള പല സ്ഥലങ്ങളിലും, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇവർ നുഴഞ്ഞു കയറി ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും നിരപരാധികളെ കൊല്ലുകയും ചെയ്തിട്ടുള്ളത്. ഈ തീവ്രവാദം, ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഈ രാജ്യം എൻ്റെ ശത്രു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ശത്രു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുക തന്നെ ചെയ്യും, ഞാൻ ആഘോഷിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഓരോ ഹിന്ദുസ്ഥാനികളോടും
ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന, ഹിന്ദുസ്ഥാനെ സ്നേഹിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് തന്നെയാണ്, ഇത് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം ഒരു കാര്യം മാത്രം മനസ്സിലാലോചിക്കുക, അതിർത്തിയിൽ നമ്മൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഓരോ സൈനികന് വേണ്ടിയും നമ്മളുടെ പ്രാർത്ഥനയിൽ അവരുണ്ടായിരിക്കണം. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ, അവരുടെ മേലെ ഒരു മുറിവ് പോലും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് പറ്റുന്നത്, ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്നതിനോടൊപ്പം തന്നെ അവരുടെ ഓരോ വിജയവും, അവരുടെ ഊർജം കൂടുതലാക്കാൻ വേണ്ടി, അവരുടെ അഭിമാനം, അവരുടെ പ്രൈഡ് അവർ നിലനിർത്തിക്കൊണ്ടുപോരുന്ന ഇപ്പൊ യുദ്ധത്തിലെ വീര്യം കൂടുതലാക്കാൻ വേണ്ടി നമ്മളിവിടെ പുറകിൽ ആഘോഷിക്കുക തന്നെ ചെയ്യണം. കാരണം ഭാരതത്തിൽ, ഹിന്ദുസ്ഥാനിൽ ഓരോ വിജയങ്ങളും, ഓരോ യുദ്ധ വിജയങ്ങളും ആസുരിക ശക്തികൾക്ക് മേലെയുള്ള വിജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആഘോഷിക്കുക തന്നെ ചെയ്യും. ഞാനും ആഘോഷിക്കും, എനിക്കറിയാം നിങ്ങളും ആഘോഷിക്കുമെന്ന്. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, ജയ് സനാതൻ.